ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിലെ അൺസർട്ടനിറ്റിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തവണ സംസാരിച്ച ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി നിരന്തരം ഒരു എക്സ്ക്യൂസ് ആയിക്കൊണ്ട് പറഞ്ഞത് ഈ അൺസർട്ടനിറ്റി ആയിരുന്നു. ബ്ലാസ്റ്റേഴ്സ് അടച്ചു പൂട്ടുന്നതിന്റെ വക്കിലാണ്, അതേക്കുറിച്ച് പോലും തങ്ങൾ ചിന്തിച്ചു എന്നൊക്കെയായിരുന്നു അഭിക് ചാറ്റർജി പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ആരാധകരെ പറ്റിക്കുകയായിരുന്നോ എന്ന സംശയം പോലും ഇപ്പോൾ ആരാധകർ ഉയർത്തുന്നുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണോ ഈ ഒരു അൺസർട്ടനിറ്റി ഉള്ളത്, ബാക്കിയുള്ള എല്ലാ ക്ലബ്ബുകളും നോർമൽ ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്ന ഒരു സംശയം ആരാധകർ മുൻപ് തന്നെ ഉയർത്തിയതാണ്. ഇപ്പോൾ അത് വീണ്ടും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ അഥവാ ഷോജിൻ എന്ന ഒരു വ്യക്തി ഇപ്പോൾ എക്സിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മുംബൈ സിറ്റിയുടെ പ്രധാന ഇൻവെസ്റ്റർ ആയിരുന്ന സിറ്റി ഗ്രൂപ്പ് ഈ സീസണിന് മുന്നേ അവർക്ക് നഷ്ടമായി. അതായത് മുംബൈ സിറ്റിക്ക് സിറ്റി ഗ്രൂപ്പിനെ നഷ്ടമായി. അവർക്ക് വേണമെങ്കിൽ ഈ അൺസർട്ടനിറ്റി പറഞ്ഞുകൊണ്ട് ദുർബലമായ അതല്ലെങ്കിൽ വീക്കായ ഒരു ടീമിനെ ഇറക്കാമായിരുന്നു. പക്ഷെ മുംബൈ സിറ്റി അത് ചെയ്തില്ല. മാത്രമല്ല, പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ആ മുംബൈ സിറ്റിയാണ് ഒന്നാമത്. അതായത് പ്രധാന ഇൻവെസ്റ്ററെ നഷ്ടമായിട്ടും മുംബൈ സിറ്റി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. അതുപോലെ തന്നെ പുതിയ ടീമുകളായ ഡൽഹിക്കും ഇന്റർ കാശിക്കും ഇതൊരു എക്സ്ക്യൂസ് ആയിക്കൊണ്ട് പറയാമായിരുന്നു. പക്ഷെ അവരും അങ്ങനെ ചെയ്തില്ല. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിലെ ചിലർ ഇത് മറയാക്കിക്കൊണ്ട് ആരാധകരെ പറ്റിച്ചു. എത്രയും പെട്ടെന്ന് അത്തരക്കാരെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പുറത്താക്കണം, അല്ലെങ്കിൽ അവർ ക്ലബിനെ നശിപ്പിക്കും. ഇതാണ് ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എക്സിൽ എഴുതിയിട്ടുള്ളത്. വളരെ നല്ല ഒരു നിരീക്ഷണമാണ്. കാരണം ഈ അൺസർട്ടനിറ്റി അത് ബ്ലാസ്റ്റേഴ്സിന് മാത്രമായിരുന്ന ബാധകം എന്ന ഒരു ചോദ്യം ഇപ്പോൾ ആരാധകർ ഉയർത്തുന്നുണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജിയും സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻകിസും നിരന്തരം ഇതേക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ നിലവാരം കുറഞ്ഞ താരങ്ങളെ കൊണ്ടുവന്നു ആരാധകരെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇതൊരു എക്സ്ക്യൂസായി എടുത്തുകൊണ്ട് വളരെ ദുർബലമായ ഒരു ടീമിനെ ISL ഇറക്കി വിട്ടു എന്നൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതായാലും മുഹമ്മദൻ നസി മികച്ച രൂപത്തിലേക്ക് മാറാതിരിക്കാൻ പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് കളിക്കേണ്ടി വരും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.